ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ വിളിച്ച സർവകക്ഷി യോഗം പൂർത്തിയായി. അതിനിടെ യശ്വന്ത് വർമ്മയുടെയും കുടുംബത്തിന്റെയും ഫോൺ വിവരങ്ങൾ ഡൽഹി പോലീസ് സുപ്രീംകോടതിക്ക് കൈമാറി. യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ചുമതലകളിൽ നിന്നും നീക്കി ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യം രാജ്യസഭയിൽ ഉയർന്നതിന് പിന്നാലെയാണ് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ യോഗം വിളിച്ചത്. യശ്വന്ത് വർമ്മയുടെയും സ്റ്റാഫിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെയും ഫോൺ കോൾ റെക്കോർഡ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ഇന്നലെ ഡൽഹി പോലീസിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഇതോടെയാണ് 6 മാസത്തെ ഫോൺ വിവരം ശേഖരിച്ച് ഡൽഹി പോലീസ് കോടതിക്ക് കൈമാറിയത്. കഴിഞ്ഞ ദിവസം യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മലയാളി അഭിഭാഷകൻ മാത്യൂസ് ജെ നെടുമ്പാറ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. വർമ്മയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം നടത്തണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ജുഡീഷ്യൽ സമിതിക്ക് അന്വേഷണ അധികാരമില്ലെന്നും അതിനാൽ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നും അഭിഭാഷകൻ ഹർജിയിൽ ആവശ്യപ്പെട്ടു. is cast on the police. The court or the judges have no power of investigation, no jurisdiction to investigate. Their job is adjudication. കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ സമർപ്പിച്ച റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറത്തുവിട്ടിരുന്നു. കത്തിയ നിലയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. ആരോപണം നിഷേധിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് വർമ്മയുടെ മറുപടിയും റിപ്പോർട്ടിലുണ്ടായിരുന്നു. പണം കണ്ടെത്തിയതിൽ തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു റിപ്പോർട്ടിൽ യശ്വന്ത് വർമ്മയുടെ വിശദീകരണം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി 3 അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസുമാരായ ഷീൽ നാഗു, GS സന്താവാലിയ, ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. മാർച്ച് 14 രാത്രി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തം അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് ഒരു മുറിയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. അപകട സമയത്ത് യശ്വന്ത് വർമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത പണമാണെന്ന് സ്ഥിരീകരിച്ചതോടെ സർക്കാർ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് വിവരം കൈമാറുകയായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.